നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫരീദാബാദ് അൽ ഫലാഹ് സർവകലാശാലയിൽ വർഷങ്ങളോളം ആരും അറിയാതെ പ്രവർത്തിച്ച തീവ്രവാദ സെല്ലിന്റെ തീവ്രവാദ ബന്ധങ്ങൾ അന്വേഷിക്കാൻ ഫരീദാബാദ് പോലീസ് SIT രൂപീകരിച്ചു. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട പല കേന്ദ്ര ഏജൻസികളും സമാന്തരമായി അന്വേഷണം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന് സുപ്രീം കോടതിയുടെ വിമർശനവും ഉണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ജനങ്ങൾ ഭീകരന്മാരാകുന്നത് പോലെയല്ല. എഞ്ചിനീയർമാരും ഡോക്ടർമാരും വൈറ്റ് കോളർ ജോബിലുള്ള ടെററിസം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് അത്യന്താപേക്ഷിതമായി നിർത്തേണ്ടതാണ്, അത് എന്നേക്കുമായി ഇല്ലാതാക്കേണ്ടതാണ് എന്നുള്ള മുന്നറിയിപ്പ് കൂടി സുപ്രീം കോടതി നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അൽ ഫലാഹിലേക്ക് അയക്കാനായി കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ട അന്വേഷണത്തിൽ ഡൽഹി സ്ഫോടനത്തിന് ഉപയോഗിച്ച ബോംബ് സാമഗ്രികൾ ഫരീദാബാദിലെ ദൌജ് ഗ്രാമത്തിൽ നിന്നാണ് എത്തിച്ചത് എന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളുടെ സ്രോതസ്, സംഭരണം, ഗതാഗത രേഖ എന്നിവയെല്ലാം SIT ഇപ്പോൾ സൂക്ഷ്മമായി പുനർപരിശോധിക്കുന്നു. 2 ACPമാരുടെ നേതൃത്വത്തിലുള്ള SIT സർവകലാശാലയുടെ പ്രവർത്തന രീതി, ധനസ്രോതസ്സുകൾ, പുറത്തുനിന്നുള്ള പിന്തുണാ ശൃംഖല എന്നിവയെല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. പ്രതി ഡോക്ടർമാർ സർവകലാശാലയെ സേഫ് ഹബ്ബാക്കി എങ്ങനെ ഉപയോഗിച്ചുവെന്നും സംഘം അന്വേഷിക്കുന്നു. സർവകലാശാല ക്യാമ്പസിൽ സ്ഫോടക വസ്തുക്കൾ വീതിയായി സൂക്ഷിക്കുകയും ഫരീദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുമ്പോൾ ഒരു ഏജൻസിക്കും വിവരം ലഭിക്കാതിരിക്കാൻ സഹായിച്ച ബന്ധങ്ങൾ എന്തെല്ലാമാണ് എന്നതും സ്പെഷ്യൽ ടീം മാപ്പ് ചെയ്യുകയാണ്. സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പിന്തുണയടക്കം സംശയാസ്പദ ശൃംഖലകളെല്ലാം പരിശോധനയിലാണ്. അന്വേഷണം ആരംഭിച്ച ഉടനെ തന്നെ അൽ ഫലാഹ് സർവകലാശാലയിലെ ചില അധ്യാപകർ കാണാതായതും റിപ്പോർട്ടിലുണ്ട്. ഇത് അന്വേഷണം കൂടുതൽ ഗുരുതരമാക്കുന്നുവെന്ന് ഫരീദാബാദ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ഹരിയാന DGP OP സിംഗ് ചൊവ്വാഴ്ച ക്യാമ്പസ് സന്ദർശിച്ച് സർവകലാശാലയുടെ ആന്തരിക സുരക്ഷാ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്ന കർശന അഭിപ്രായം രേഖപ്പെടുത്തി. കേസ് വ്യക്തിപരമായി മേൽനോട്ടം വഹിക്കാനും ഫ്രണ്ടിൽ നിന്ന് തന്നെ നേതൃത്വം എടുക്കാനും ജില്ലാ കളക്ടറോടും പോലീസ് കമ്മീഷണറോടും നിർദ്ദേശം നൽകി. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് ഉയർന്ന സുരക്ഷാ ആശങ്കകൾ കാരണം അൽ ഫലാഹ് സർവകലാശാലയെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന നോർത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നവംബർ 22-ന് വയ്ക്കാൻ നിശ്ചയിച്ചിരുന്ന അൽ ഫലാഹ് മനവ് രചന സർവകലാശാല മത്സരം റദ്ദാക്കിയതായും സംഘാടകർ അറിയിച്ചു. എല്ലാ ബന്ധങ്ങളെയും വഴികളെയും തെളിവുകളെയും ചേർത്ത് ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ തീവ്രവാദ സംഘത്തിന്റെ പ്രവർത്തന രീതി പുനഃസൃഷ്ടിക്കുക എന്നതാണ് SITയുടെ പ്രധാന ദൗത്യം. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു.